കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിനു പിന്നിൽ ലക്ഷങ്ങളുടെ കോഴ ഇടപാട്. ആ ഇടപാടിൻ്റെ വാർത്തകൾ പീപ്പിൾ TV സ്റ്റിംഗ് ഓപ്പറേഷനിലൂടെ പുറത്തു കൊണ്ടുവന്നു. മുഖ്യ ഇടനിലക്കാരനായ ലീഗ് നേതാവ് പീപ്പിളിൻ്റെ ഒളി ക്യാമറയിൽ കുടുങ്ങിപ്പോയി. തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിലാണ് ആ ഇടനിലക്കാരൻ. റിപ്പോർട്ടിലേക്ക്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് നിയമനത്തിന് പിന്നിൽ ലക്ഷങ്ങളുടെ കോഴ ഇടപാട് നടക്കുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്നാണ് ഞങ്ങൾ അന്വേഷണം ആരംഭിച്ചത്. ജാഫർ എന്ന ഇടനിലക്കാരൻ വഴി ഞങ്ങൾ നടത്തിയ ഒളി ക്യാമറ ഓപ്പറേഷനിൽ കുടുങ്ങിയത് തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും മുസ്ലിം ലീഗ് നേതാവുമായ ഫിറോസ് കള്ളിയിൽ. വൈസ് ചാൻസലർ ഡോക്ടർ അബ്ദുൾ സലാമിന്റെ അടുത്ത അനുയായിയും VCയെ സംരക്ഷിക്കുന്ന VC സംഘടനയുടെ സ്ഥാപക നേതാവുമാണ് ഫിറോസ് കള്ളിയിൽ. ഇടപാട് നടന്നതാകട്ടെ യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് മാത്രം പ്രവേശനമുള്ള ഗസ്റ്റ് ഹൗസിലെ ആഡംബര മുറിയിൽ. ഉദ്യോഗാർത്ഥിയുടെ രൂപത്തിൽ ചെന്ന ഞങ്ങളോട് ഫിറോസ് ആവശ്യപ്പെട്ടത് 15 ലക്ഷം രൂപ. വിലപേശലിനൊടുവിൽ 10 ലക്ഷത്തിന് ജോലി ഉറപ്പിച്ചു. അഡ്വാൻസായി 8 ലക്ഷം രൂപ ഉടൻ എത്തിക്കണമെന്നും നിർദ്ദേശം. ആൾക്കാരുണ്ടാവില്ലേ? ഒരു 5-6 പോവില്ലേ? അല്ല അത് ശരിയാണ്. വിളിക്കാല്ലേ? അല്ല അങ്ങനെയാണെങ്കിൽ ഇപ്പൊ നമ്മളത് സമ്മതിക്കുകയാണെങ്കിൽ നമ്മള് പൈസ ഫുള്ളായിട്ട് തരേണ്ടി വരും. സിൻഡിക്കേറ്റ് അംഗങ്ങൾക്ക് വീതിച്ചു നൽകാനാണ് തുക വാങ്ങുന്നതെന്നും ഫിറോസ് വെളിപ്പെടുത്തി. ആൾക്കാരായിട്ട് നിൽക്കുകയാണ്. നമ്മളെ തന്നെ എൻ്റെ അറിവിൽ തന്നെ 3 ആൾ ജോലിയുള്ള ആൾക്കാർ ഇപ്പോൾ 10 പേരാണ്. ജോലിയുടെ ആകർഷതകളെക്കുറിച്ചും പ്രമോഷൻ സാധ്യതകളെക്കുറിച്ചുമെല്ലാം ഫിറോസ് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നു. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ നിയമനങ്ങൾക്ക് പിന്നിൽ എന്താണ് നടക്കുന്നത് എന്നതിൻ്റെ ദൃശ്യ തെളിവുകളാണ് പീപ്പിൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഇനി നടപടിയെടുക്കേണ്ടത് ചാൻസലർ കൂടിയായ ഗവർണറും സംസ്ഥാന സർക്കാരുമാണ്. ക്യാമറമാൻ അനിൽ കല്യാശ്ശേരിക്കൊപ്പം PV കുട്ടൻ. ഈ വിഷയം തന്നെയാണ് ഇന്ന് ന്യൂസ് ആൻഡ് വ്യൂസിൽ ആദ്യം നമ്മൾ ചർച്ചയ്ക്കെടുക്കുന്നത്. നമ്മോടൊപ്പം പാനലിൽ ഡോക്ടർ ജെ പ്രസാദ് ഉണ്ട്. അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ മുൻ വൈസ് ചാൻസലറാണ്. വിദ്യാർത്ഥി സംഘടനാ നേതാക്കളായ TP ബിനീഷ് SFI സംസ്ഥാന സെക്രട്ടറി, അതോടൊപ്പം അഷ്റഫ് അലി ചേരുന്നു, MSF സംസ്ഥാന പ്രസിഡന്റാണ് അദ്ദേഹം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ജനറൽ സെക്രട്ടറി സദാനന്ദനെ ടെലിഫോണിൽ പ്രതീക്ഷിക്കുന്നു. അതിനു മുമ്പായി നിയമനം നടത്താൻ കോഴ വാങ്ങിയെന്ന പീപ്പിൾ വാർത്തയെ തുടർന്ന് ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് വൻ പ്രതിഷേധ മാർച്ചാണ് SFI DYFI സംഘടനകൾ നടത്തിയത്. യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകരാണ് മാർച്ചിന് നേതൃത്വം നൽകിയത്. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്ന് വിവിധ നേതാക്കൾ ആവശ്യപ്പെട്ടു. ആ റിപ്പോർട്ട് കൂടി ഒന്ന് കണ്ടതിന് ശേഷം ചർച്ചയിലേക്ക് വരാം. നിയമനം നടത്താൻ തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റും ലീഗ് അംഗവും കാലിക്കറ്റ് VCയുടെ അടുത്തയാളുമായ ഫിറോസ് 15 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടുവെന്ന പീപ്പിൾ TV വാർത്തയെ തുടർന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലേക്ക് DYFI, SFI, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് യൂണിയൻ പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പോസ്റ്റിലേക്ക് ഇന്റർവ്യൂ നടന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഭരണ കാര്യാലയത്തിലേക്കാണ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. പ്രവർത്തകർ വൈസ് ചാൻസലറുടെ ചേംബർ ഉപരോധിക്കുകയും ചെയ്തു. സംഭവത്തിൽ വിശദമായ അന്വേഷണം വേണമെന്നും VCയുടെ പങ്കും അന്വേഷണ വിധേയമാക്കണമെന്നും CPIM നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് റിയാസ് ആവശ്യപ്പെട്ടു. ഫിറോസുമായി ബന്ധപ്പെട്ട് ആരൊക്കെ ഉണ്ട് എന്നുള്ളത് മാത്രമേ ഇനി കാണേണ്ടതുള്ളൂ. ആരൊക്കെ ഉണ്ടെന്ന് കണ്ടെത്തി അന്വേഷിച്ച് പോകണം. സമഗ്ര അന്വേഷണം നടക്കണം. ഫിറോസിനെ അറസ്റ്റ് ചെയ്യണം. VCയെ ഗവർണർ പുറത്താക്കണം. ഈ ഇന്റർവ്യൂ നിർത്തിവെക്കണം. ഇത്രയും കാര്യങ്ങൾ ഉയർത്തിപ്പിടിച്ച് ഞങ്ങൾ മുന്നോട്ട് വരികയാണ്. വാർത്തയിൽ അന്വേഷണം വേണമെന്ന് MSF നേതാവും മുൻ സിൻഡിക്കേറ്റ് അംഗവുമായ TP അഷ്റഫ് അലിയും സിൻഡിക്കേറ്റ് അംഗവും ബോർഡ് മെമ്പറുമായ PM നിയാസും ആവശ്യപ്പെട്ടു. ഈ ഒരു അസിസ്റ്റന്റ് നിയമനവുമായി ബന്ധപ്പെട്ട് രജിസ്ട്രാറുടെ കൂടെ ഇതിന്റെ എല്ലാത്തിന്റെയും കൈകാര്യകർത്താവായി PVCയെ കൂടി അപ്പോയിന്റ് ചെയ്തുകൊണ്ട് വൈസ് ചാൻസലർ ഒരു ഓർഡർ ഇറക്കിയിട്ടുണ്ട്. ഇതിൽ ചില ഒളികളികൾ ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഈ ആരോപണത്തെ സംബന്ധിച്ച് ഏറ്റവും മുന്തിയ അന്വേഷണം നടത്തണം. വിജിലൻസ് ഉൾപ്പെടെയുള്ള കാര്യത്തെക്കുറിച്ച് അന്വേഷണം ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ന്യൂസ് ഡെസ്ക്. നിയമനത്തിൽ ഇടനിലക്കാർ വഴി അഴിമതി.
ഒരുപക്ഷേ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്തെ മലീമസമാക്കുന്ന രീതിയിലുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത്. നമ്മോടൊപ്പം ആദ്യം ഈ പാനലിലുള്ള ഡോക്ടർ ജയപ്രസാദ്, താങ്കൾ എങ്ങനെ നോക്കിക്കാണുന്നു ഈ നിയമനങ്ങളിലെല്ലാം? ഒരുപാട് വാർത്തകൾ ഇപ്പോൾ അടുത്തിടെ വരുന്നുണ്ട്. വൈസ് ചാൻസലർമാരും രജിസ്ട്രാർമാരും എല്ലാം പങ്കാളികളാകുന്നു, അതിൽ കൈക്കൂലി വാങ്ങുന്നു, അഴിമതിയിൽ ഇൻവോൾവ് ആകുന്നു എന്നുള്ളത്. ഇതിനെല്ലാമുള്ളൊരു സാധ്യത ഇത്തരം നിയമനങ്ങളിൽ കിടക്കുന്നുണ്ടോ? എങ്ങനെയാണ് ഇത്തരം അഴിമതികൾ തുടർന്ന് നടന്നുകൊണ്ടിരിക്കുന്നത്? ഞാനിതിനെ നോക്കിക്കാണുന്നത്, ഇതിൽ ഫിറോസ് എന്ന് പറയുന്ന ആളൊരു ഉപകരണം മാത്രമാണ്. ഇതിൻ്റെ ഒന്നാം പ്രതി കേരള ഗവൺമെൻറ്റാണ്. കഴിഞ്ഞ LDF സർക്കാർ 2010 ഡിസംബർ മാസം 18-ാം തീയതി വളരെ കൃത്യമായ ഉത്തരവിറക്കുകയുണ്ടായി. കേരളത്തിലെ സർവകലാശാലകളുടെ അനധ്യാപക നിയമനം PSCക്ക് വിട്ടുകൊണ്ട് ഉത്തരവിറക്കുകയും അതിനെ തുടർന്ന് കേരളത്തിലെ സർവകലാശാലകളുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഭേദഗതി ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുന്നതിനുള്ള എല്ലാ നടപടിക്രമങ്ങളും തുടങ്ങി വെച്ചിട്ടാണ് LDF സർക്കാർ അവരുടെ കാലാവധി തീർന്ന് പുറന്നുപോയത്. അതിനെ തുടർന്ന് അന്ന് വൈസ് ചാൻസലറായ ഞാൻ ഉൾപ്പെടെയുള്ള കേരളത്തിലെ ഒട്ടുമിക്ക സർവകലാശാലകളും എങ്ങനെയാണ് സ്റ്റാറ്റ്യൂട്ട് ഭേദഗതി ചെയ്യേണ്ടത് എന്നുള്ള വളരെ കൃത്യമായ നിർദ്ദേശങ്ങൾ രേഖാമൂലം സർക്കാരിൻ്റെ നിയമവകുപ്പിന് സമർപ്പിക്കുകയും ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് ഇപ്പോൾ 4 വർഷമാകാൻ പോവുകയാണ്. നാളിതുവരെയായിട്ട് PSCക്ക് യൂണിവേഴ്സിറ്റികളിലെ അനധ്യാപക നിയമനം വിടുന്നതിന് വേണ്ടിയിട്ടുള്ള യാതൊരു നടപടികളും ഈ സർക്കാർ എടുക്കാതിരുന്നത് വളരെ ബോധപൂർവമാണ് എന്ന് ഞാൻ ആരോപിക്കുകയാണ്. തിരിച്ചു വരാം, ഉടൻ തന്നെ തിരിച്ചു വരാം. നമുക്ക് ഇപ്പോൾ ശ്രീ TP ബിനീഷ് SFI സംസ്ഥാന സെക്രട്ടറിയാണ്. നമുക്കറിയാം ഒരുപാട് വാർത്തകൾ പീപ്പിൾ TV തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ അഴിമതി സംബന്ധിച്ചും അരാജകത്വം സംബന്ധിച്ചുമുള്ള റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തു കൊണ്ടുവന്നിരുന്നു. പ്രത്യേകിച്ചും നമുക്കിപ്പോൾ കാണാൻ സാധിക്കുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ തന്നെ, അതായത് അബ്ദുൽ കലാം തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു പ്രതി ഇത്തരം ഇടപാടുകൾക്ക് തോന്നിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഒരുപക്ഷെ ഇരട്ട ശമ്പള വിവാദം വന്നിരുന്നു, അതുപോലെ ഡെവലപ്മെന്റൽ പ്രോഗ്രാംസിന്റെ പേരിൽ ഒരുപാട് പ്രശ്നങ്ങൾ, വനിതാ ഹോസ്റ്റൽ. എങ്ങനെയാണ് താങ്കൾ കാണുന്നത് ശ്രീ TP ബിനീഷ്? പ്രധാനമായിട്ടും കേരളത്തിലെ UDFന്റെ ഭരണകാലഘട്ടത്തിൽ ഭരണപക്ഷത്തും അതോടൊപ്പം തന്നെ സർക്കാർ തലത്തിൽ നടക്കുന്ന അഴിമതി ഇപ്പോൾ കേരളത്തിൽ വ്യാപകമായിരിക്കുകയാണ്. അതോടൊപ്പം കേരളത്തിലെ യൂണിവേഴ്സിറ്റികളും ഇത്തരത്തിൽ അഴിമതിയിൽ നിന്ന് മുക്തമല്ല എന്നാണ് ഇതുപോലത്തെ വാർത്തകൾ നമ്മോട് വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഈ വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി പീപ്പിൾ TV ആദ്യമായി തന്നെ അഭിനന്ദിക്കുകയാണ്. അപ്പോൾ നേരത്തെ തൃശ്ശൂർ കേന്ദ്രമായിട്ടുള്ള ആരോഗ്യ സർവകലാശാലയെ സംബന്ധിച്ച് അവിടുത്തെ രജിസ്ട്രാർ ഇതുപോലെ കോഴ ചോദിക്കുന്ന ദൃശ്യം മറ്റൊരു ചാനൽ പുറത്തുവിടുകയാണ്. ഇങ്ങനെ സമീപകാലത്ത് നിരവധി വാർത്തകൾ കടന്നു വരികയാണ്. കോഴിക്കോട് സർവകലാശാല കഴിഞ്ഞ നിരവധി കാലഘട്ടമായി ഇത്തരത്തിലെ പല വർഷങ്ങളിലും അഴിമതിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. പ്രത്യേകിച്ച് VC അബ്ദുൽ സലാം കേരളത്തിലെ മറ്റൊരു സർവകലാശാല VCക്കും കാണാത്ത രൂപത്തിൽ 6 വിജിലൻസ് കേസുകളാണ് അദ്ദേഹം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ഭൂമിദാന വിവാദം, ഇരട്ട ശമ്പളം, അങ്ങനെ വിവാദങ്ങളിൽ നിന്ന് വിട്ടൊഴിയാതെ അദ്ദേഹം പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരത്തിൽ നിലപാടാണ് അദ്ദേഹം അവിടെ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് ഇപ്പോൾ ഇന്ന് നടന്നിട്ടുള്ള സംഭവങ്ങൾ. ഇവിടെ അസിസ്റ്റന്റ് നിയമനത്തെ പോലും അഴിമതിക്ക് കേന്ദ്രമാക്കിയാണ് അദ്ദേഹം. ഇതിൻ്റെ ഭാഗമായി പരീക്ഷ എഴുതിയ ആളിൽ നിന്നും ലക്ഷക്കണക്കിന് രൂപ കോഴ ചോദിക്കുകയാണ്. ഈ കോഴക്കൊക്കെ തന്നെ പുറകിൽ തേഞ്ഞിപ്പലം പഞ്ചായത്ത് പ്രസിഡന്റ് ഫിറോസ് കള്ളിയിൽ, അതും ലീഗിൻ്റെ പ്രാദേശിക നേതാവാണ്. അദ്ദേഹം അറിയപ്പെടുന്നത് തന്നെ ഈ VCയുടെ സംരക്ഷകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്. VC ഏതൊക്കെ ഘട്ടങ്ങളിൽ വിവാദത്തിൽ ചെന്നുപെടുന്നുണ്ടോ ആ സമയത്ത് VCക്ക് സംരക്ഷണം നൽകുന്ന പ്രൊട്ടക്ഷൻ ഗ്രൂപ്പിന്റെ ക്രിമിനൽ സംഘത്തിന്റെ തലവനായിട്ട് അദ്ദേഹം മാറിക്കൊണ്ടിരിക്കുകയാണ്. മാഫിയകളൊക്കെ യൂണിവേഴ്സിറ്റി തീർച്ചയായും VC നേരത്തെ VC എന്ന ഒരു സംഘടന തന്നെ അദ്ദേഹം രൂപീകരിക്കുകയാണ്. വിവാദങ്ങളിൽ നിന്ന് VCയെ വിമുക്തമാക്കാൻ വേണ്ടി അദ്ദേഹത്തെ സംരക്ഷിക്കാനായിട്ട് ഈ ഫിറോസിന്റെ നേതൃത്വത്തിലാണ് നേരത്തെ VC എന്ന സംഘടന അവിടെ രൂപീകരിച്ചത്. ഇവിടെ തീർച്ചയായിട്ടും ഈ അന്വേഷണത്തെ സംബന്ധിച്ച് സമഗ്രമായിട്ട് ഈ പ്രശ്നത്തെ സംബന്ധിച്ച് സമഗ്രമായി അന്വേഷിക്കണം. ഇത് കേവലം ഫിറോസിൽ മാത്രം ഒതുക്കിയാൽ പോരാ. കോഴിക്കോട് സർവകലാശാല VCക്ക് ഉൾപ്പെടെ ഇതിനകത്ത് കൃത്യമായി പങ്കുണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. ബിനീഷ്, നമുക്ക് തിരിച്ചു വരാം. പ്രത്യേകിച്ചും അഷ്റഫ് അലി MSFന്റെ സംസ്ഥാന പ്രസിഡന്റാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം എന്താണെന്ന് അറിയാൻ സ്വാഭാവികമായും നമുക്ക് താല്പര്യമുണ്ട്. പ്രത്യേകിച്ചും ഇന്ന് സർവകലാശാല അസിസ്റ്റന്റ് നിയമന ഇന്റർവ്യൂ നിർത്തിവെച്ചിട്ടുണ്ട്. ഈ വ്യക്തിക്കെതിരെ, ഫിറോസിനെതിരെ മുസ്ലിം ലീഗ് പാർട്ടി ലെവലിൽ ശിക്ഷാ നടപടി സ്വീകരിച്ചു എന്നാണ് നമുക്ക് അവസാനമായി അറിയാൻ സാധിച്ചത്. അഷ്റഫ് അലി, എന്താണ് സംഭവിക്കുന്നത്? എങ്ങനെയാണ് ഇത്തരം ആളുകൾ നിങ്ങളുടെ സംഘടനയുടെ പേരും പറഞ്ഞ്, അല്ലെങ്കിൽ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് കൂടിയാണ് അദ്ദേഹം, VCയെ സ്വാധീനിക്കുന്ന അവസ്ഥയിലേക്ക്, അല്ലെങ്കിൽ VCക്ക് വേണ്ടി നാട്ടുകാരിൽ നിന്ന് പണം വാങ്ങി നിയമനം നടത്തുന്നു? യുവജന സംഘടന, വിദ്യാർത്ഥി സംഘടനയുടെ ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവാണ് താങ്കൾ. എങ്ങനെ പ്രതികരിക്കുന്നു?
അല്ല, ഇന്നുണ്ടായിട്ടുള്ള ഈ സംഭവ വികാസങ്ങൾ അത്യധികം ഖേദകരമാണ്. നമ്മുടെ വിദ്യാഭ്യാസ സമൂഹത്തിൽ ഇതിൻ്റെ സുതാര്യതയെ, അതിൻ്റെ മെറിറ്റിനെയൊക്കെ വളരെ ദോഷകരമായി ബാധിക്കുന്ന ഒരു പ്രവൃത്തി തന്നെയാണ്. അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ട വ്യക്തികൾക്കെതിരെ വളരെ പെട്ടെന്ന് തന്നെ നടപടിയെടുക്കുന്നതിലും മുസ്ലിം ലീഗ് പാർട്ടിക്കൊന്നും അത്തരത്തിലുള്ള ഏതെങ്കിലും ചില വ്യക്തികൾ ചെയ്തതിനെ ജനറലൈസ് ചെയ്തുകൊണ്ടോ അതിനെ സംരക്ഷിക്കേണ്ടതായിട്ടോ യാതൊരുവിധ ഉത്തരവാദിത്തങ്ങളോ നിലപാടുകളോ ഇല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് മുസ്ലിം ലീഗ് പാർട്ടി വളരെ ശക്തമായ നടപടിയെടുത്ത് മുന്നോട്ട് പോയിട്ടുള്ളത്. ഇത് വ്യക്തമാക്കുന്നത് വളരെ സുതാര്യമായി മെറിറ്റോറിയസായി ഉദ്യോഗാർത്ഥികൾക്ക് അവിടെ നിയമനം ലഭിക്കുകയും നമ്മുടെ സർവകലാശാലയിൽ വിദ്യാർത്ഥികൾക്കും സമൂഹത്തിനും സേവനം ചെയ്യാവുന്ന നല്ല ആളുകളെ ലഭ്യമാക്കണമെന്നുള്ളത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് തന്നെ മുസ്ലിം ലീഗ് പാർട്ടിയിൽ പെട്ട ഒരു വ്യക്തി ചെയ്തു എന്നുള്ളത് കൊണ്ട് തന്നെ ആ ഒരു പാർട്ടി അതിനെതിരെ വളരെ ശക്തമായ നടപടിയെടുത്തിട്ടുണ്ട്. തുടർന്നും സമഗ്രമായ അന്വേഷണം വേണം. നേരത്തെ ഇവിടെ പലരും ചൂണ്ടിക്കാണിച്ചതുപോലെ പല സംഘടനകൾ രൂപീകരിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള പല മൂവ്മെൻറ്റുകളുമൊക്കെ ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ പറ്റുന്നതിന് വേണ്ടിയും ഇത്തരത്തിലുള്ള റെക്കമെൻഡേഷൻ പവർ ഉള്ള ആളുകളായി തീരുന്നതിന് വേണ്ടിയുള്ള നീക്കങ്ങളായിരുന്നോ എന്നുള്ളതൊക്കെ ഞങ്ങൾക്കുൾപ്പെടെയുള്ള ആളുകൾക്ക് സംശയമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ നിലപാടുകൾ, വൈസ് ചാൻസലറുമായി ബന്ധപ്പെട്ടൊക്കെയുള്ള ഇവരുടെ ബന്ധങ്ങൾ, പല വിധത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ സമഗ്രമായ അന്വേഷണം വേണം. ആരെല്ലാം ഇത്തരത്തിലുള്ള നിയമനങ്ങളുടെ ഏജന്റുമാരായി പ്രവർത്തിച്ച് ആർക്കെല്ലാം ഇതിനുമായി ബന്ധപ്പെട്ട് ബന്ധമുണ്ടോ അതൊക്കെയും പുറത്തു വരണമെന്നുള്ള ശക്തമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു നിലപാട് തന്നെയാണ് താങ്കൾ എടുത്തിരിക്കുന്നത്. പക്ഷേ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുള്ളത്, ഇന്നുണ്ടായ സംഭവം എന്തിനാണ് VC തലകറങ്ങി വീഴുന്നത്? VCയെ വീണ്ടും സംരക്ഷിക്കുമോ? അതോടൊപ്പം തന്നെ അവിടേക്ക് സമരം നടത്തിയ SFI DYFI പ്രവർത്തകർക്കെതിരെ പോലീസ് ക്രിമിനൽ നടപടികൾ സ്വീകരിച്ചു തുടങ്ങി. അഴിമതിക്കെതിരെയാണ് സമരം, പോരാട്ടം. അല്ല, ഇന്നത്തെ സമരം കുറച്ച് അക്രമാസക്തമാണ് എന്നാണ് എനിക്ക് ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ. ഓഫീസിൻ്റെ അകത്തു കയറി ഓഫീസ് ജീവനക്കാരെ മുഴുവനും മർദ്ദിക്കുകയും ആക്രമിക്കുകയും ചെയ്യുന്ന രൂപത്തിലേക്ക്, അവിടുത്തെ ഫർണിച്ചറുകൾ അടിച്ചു തകർക്കുന്ന രൂപത്തിലേക്ക്, അവിടുത്തെ കമ്പ്യൂട്ടറുകൾ തകർക്കുന്ന രൂപത്തിലേക്കൊക്കെ SFIയുടെയും DYFIയുടെയും സമരം മാറിയിട്ടുണ്ട്. സ്വാഭാവികമായും അത്തരം നടപടികൾ ഉണ്ടാകുമ്പോൾ ക്രിമിനൽ കുറ്റം ചുമത്തേണ്ടി വരും. PDPP ആക്ട് പ്രകാരം നടപടിയെടുക്കേണ്ടി വരും. അത്തരത്തിലുള്ള ഒരു യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്തുള്ള നടപടിയായിട്ടാണ് അതിനെ കാണേണ്ടത്. അഴിമതിക്കെതിരെയുള്ള സമരമുറകൾക്ക് മാന്യത ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ സർവകലാശാലയുടെ ഭൗതികമായ അതിൻ്റെ സാഹചര്യങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള സമരങ്ങൾ നടത്തുന്നതിനും ഒരുപാട് പ്രൊവിഷനുണ്ട്. പക്ഷേ അതിന് പകരം അക്രമാസക്തമായ ഒരു സമരത്തിലേക്ക് SFIയുടെയും DYFIയുടെയും പ്രവർത്തകർ മാറിയപ്പോൾ സ്വാഭാവികമായും അതിൽ നിന്നുണ്ടായിട്ടുള്ള ഒരു ബാഹ്യ പ്രേരണ തന്നെയായിരിക്കാം ഇത്തരത്തിലുള്ള കേസുകളും തുടർന്നുള്ള നടപടികളും. അത് സർവകലാശാല എടുക്കേണ്ടതാണ്. തീർച്ചയായും സർവകലാശാല എടുത്തിട്ടുണ്ട്. ആയിക്കോട്ടെ, തിരിച്ചു വരാം. നമ്മളിപ്പോൾ ശ്രീ സദാനന്ദൻ ചേരുന്നു, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എംപ്ലോയീസ് ജനറൽ സെക്രട്ടറിയാണ്. എന്താണ് ഇന്ന് അവിടെ നടന്നത്? ഈ വാർത്ത, മാധ്യമങ്ങളിൽ വരുന്ന വാർത്തകൾക്ക് പ്രതികരണം ഉണ്ടാകുന്നു. തീർച്ചയായും കുറ്റക്കാർ കുടുങ്ങുക തന്നെ ചെയ്യുമെന്നുള്ള സൂചനകൾ നമുക്ക് ലഭിക്കുന്നുണ്ട്. അപ്പോൾ പോലും ഈ അസിസ്റ്റന്റ് നിയമനത്തിനെല്ലാം കോഴ വാങ്ങി അവിടെ നിയമനം നടക്കുന്നുണ്ടെങ്കിൽ അത് വലിയ ഗുരുതരമായ ഒരു വിഷയമല്ലേ ശ്രീ സദാനന്ദൻ? സർവകലാശാലയുടെ ചരിത്രം 47 കൊല്ലത്തെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഇത്തരത്തിലൊരു ഞെട്ടിപ്പിക്കുന്ന വാർത്ത പുറത്തു വന്നിരിക്കുന്നത്. അത്തരമൊരു വാർത്ത പുറത്തു കൊണ്ടുവന്ന കൈരളി ടിവിക്ക് തീർച്ചയായിട്ടും ഞങ്ങളുടെ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. ഇപ്പൊ സംഭവിച്ചിട്ടുള്ളത് ഏതാണ്ട് 19,138 കുട്ടികൾ പരീക്ഷ എഴുതിയതാണ്. അത്രയും കുട്ടികളുടെ നിറമുള്ള സ്വപ്നങ്ങൾക്ക് മേലാണ് ഈ വൈസ് ചാൻസലറും അതുപോലെ തന്നെ ഈ സിൻഡിക്കേറ്റും ഫിറോസ് കള്ളിയിലും എല്ലാം ചേർന്ന് തീക്കനൽ കോരിയിട്ടിരിക്കുന്നത്. അത് തികച്ചും ഗുരുതരമായ ഒരു കുറ്റമാണ്. ഗുരുതരമായ കുറ്റമാണെന്ന് മാത്രമല്ല, അതിന് ഉത്തരവാദികളായിട്ടുള്ള ആൾക്കാരെ മുഴുവൻ കണ്ടെത്തി അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം. മാത്രമല്ല, എനിക്ക് ഒരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ഫിറോസ് കള്ളിയിൽ എന്ന് പറയുന്ന ആളുകൾ ഇതിനു മുമ്പ് ചർച്ചയിൽ പങ്കെടുത്തവരെല്ലാം പറഞ്ഞതുപോലെ തന്നെ ഈ സർവകലാശാലയിലെ ജീവനക്കാരും അധ്യാപകരും വിദ്യാർത്ഥികളും വിത്തൗട്ട് VC ഞങ്ങൾക്ക് പോകാൻ കഴിയും എന്ന് കരുതിയപ്പോൾ വിത്ത് VC എന്ന് പറയുന്ന ഒരു സംഘടന ഉണ്ടാക്കി കൊണ്ടുവന്ന ആളാണ് ഫിറോസ് കള്ളിയിൽ. അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഇതിന് കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ, ഇതിന് മുതിർന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ കണ്ണികൾ ഇനിയും മുന്നോട്ട് പോകാനുള്ള സാധ്യതയുണ്ട്. അതൊരു പക്ഷേ വൈസ് ചാൻസലറിൽ വരെ എത്തിച്ചേരാനും ഉള്ള സാധ്യതയുണ്ട്. തീർച്ചയായും അത് തന്നെയാണ് നമുക്കും ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. വൈസ് ചാൻസലറിലേക്ക് തന്നെയാണ് ഇതിന്റെ ഈ അന്വേഷണം എത്തിപ്പെടേണ്ടതുണ്ട് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ അബ്ദുൾ സലാം, അദ്ദേഹത്തിന്റെ ഇതിനകത്തുള്ള പങ്ക് അത് എത്രമാത്രം ഉണ്ടെന്ന് നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? എങ്ങനെയാണ് ബിനീഷ് ആ ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ എത്താൻ പറ്റുക? തീർച്ചയായിട്ടും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഇവിടെ ഈ ഫിറോസ് എന്ന് പറഞ്ഞ കക്ഷി ഈ VCയുടെ അടുത്ത ആളെന്നുള്ള നിരവധി ഉദാഹരണങ്ങളുണ്ട്. അപ്പോൾ നേരത്തെ SFയുടെ നേതൃത്വത്തിൽ അവിടെ സമരം നടന്നു. അപ്പോൾ ആ സമരത്തെ ആക്രമിക്കാൻ വേണ്ടി പോലും ഇദ്ദേഹം ആളുകളുമായി കടന്നു വരികയാണ്. നേരത്തെ തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തും യൂണിവേഴ്സിറ്റിയുമായി സംയുക്തമായി ഒരു ബസ് സ്റ്റാൻഡ് നിർമ്മിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റിയുടെ സിൻഡിക്കേറ്റ് പോലും തീരുമാനിക്കാതെയാണ് VC നേരിട്ട് അനുമതി നൽകിയിട്ടുള്ളത്.
അതോടൊപ്പം തേഞ്ഞിപ്പലം ഗ്രാമപഞ്ചായത്തിൻ്റെ ഒരു എക്സ്പോ യൂണിവേഴ്സിറ്റി ഗ്രൗണ്ടിൽ നടക്കുകയാണ്. അതിനൊരു ചില്ലിക്കാശ് പോലും യൂണിവേഴ്സിറ്റിക്ക് അദ്ദേഹം നൽകിയിട്ടില്ല, പഞ്ചായത്ത് നൽകിയിട്ടില്ല. അപ്പോൾ ഇതൊക്കെ തന്നെ നേരത്തെ ഈ ഫിറോസും VCയും തമ്മിൽ വളരെ കൃത്യമായിട്ടുള്ള ബന്ധമുണ്ടെന്നാണ് തെളിയുന്നത്. അപ്പോൾ ഈ പ്രശ്നം, ഈ അഴിമതി കേവലം ഫിറോസിന് മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു അഴിമതിയല്ല. ഇത് തീർച്ചയായിട്ടും ഇതിൻ്റെ മുഖ്യ സൂത്രധാരൻ കോഴിക്കോട് സർവകലാശാലയുടെ വൈസ് ചാൻസലറായിട്ടുള്ള അബ്ദുൽ സലാം എന്ന കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അദ്ദേഹം അതിന് നേരത്തെ തന്നെ അദ്ദേഹത്തെ സംബന്ധിച്ച് നിരവധി അഴിമതി ആരോപണങ്ങൾ നമുക്ക് മുമ്പിലുണ്ട്, വിജിലൻസ് കേസുകളുണ്ട്. അപ്പോൾ ഇതൊക്കെ തന്നെ ഇദ്ദേഹം ഈ അഴിമതിക്കകത്തുള്ള മുഖ്യ സൂത്രധാരൻ കോഴിക്കോട് സർവകലാശാല VC ആയിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. അതുകൊണ്ട് ഏറ്റവും കൃത്യമായുള്ള അന്വേഷണം നടക്കുന്നതും VCയുടെ പങ്കിനെ സംബന്ധിച്ചാണ്. അതുമാത്രമല്ല, ഈ VCയുടെ കാലഘട്ടത്തിൽ നടന്നിട്ടുള്ള നിരവധി നിയമനങ്ങളുണ്ട്, നിരവധി പരീക്ഷകളുണ്ട്. അപ്പോൾ അതിനെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ കൃത്യമായിട്ടുള്ള ഒരു അന്വേഷണം തീർച്ചയായും നടത്തേണ്ടതായിട്ടുണ്ട്. ആ ഒരു സാഹചര്യമാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി നിലനിൽക്കുന്നത്. ശ്രീ അഷ്റഫ് അലി, താങ്കളുടെ നിലപാടിനെ ശ്ലാഘിക്കുന്നതിനൊപ്പം തന്നെ ഞാൻ ചോദിക്കുന്നത്, ഈ ഇപ്പോൾ തന്നെ ഡോക്ടർ പ്രസാദ് ഉന്നയിച്ചൊരു കാര്യമുണ്ട്. അനധ്യാപക നിയമനങ്ങളെല്ലാം നിർത്തിവെച്ചിരിക്കുന്നു. അപ്പോൾ കാലിക്കറ്റ് VCയിൽ നിന്നും ഗവൺമെൻറ്റിലേക്ക് തന്നെ പോവുകയാണ്. ഇത്തരം നിയമനങ്ങൾ നേരിട്ട് നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് PSCക്ക് വിട്ടുകൊടുക്കാത്തത് കൊണ്ടാണെന്നുള്ള ആരോപണം നിലനിൽക്കുന്നു. അതോടൊപ്പം തന്നെ 6 വിജിലൻസ് കേസുകൾ നേരിടുന്ന ഒരു വൈസ് ചാൻസലറെയും കൊണ്ട് ഈ കാലിക്കറ്റ് സർവകലാശാല എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും? നിങ്ങൾക്ക് എങ്ങനെ അതിനെ ന്യായീകരിക്കാൻ സാധിക്കും? ഒരു പക്ഷേ പലപ്പോഴും നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഇടതു വലതു ഭേദമില്ലാതെ സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ ഈ VCക്കെതിരെ ശബ്ദമുയർത്തുന്ന കാഴ്ചയും നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. അഷ്റഫ് അലി. കാലിക്കറ്റ് സർവകലാശാല എന്നല്ല, കേരളത്തിലെ എല്ലാ സർവകലാശാലയിലെയും അനധ്യാപക നിയമനങ്ങൾ അത് PSCക്ക് വിടണമെന്നുള്ള തീരുമാനത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എൻഡോസ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ സിൻഡിക്കേറ്റുള്ള സമയത്ത് ആ തീരുമാനം എടുത്തിട്ടുണ്ട്. വൈസ് ചാൻസലർ, പ്രോ വൈസ് ചാൻസലർ, കൺട്രോൾ ഓഫ് എക്സാമിനേഷൻ തുടങ്ങിയിട്ടുള്ള പദവികൾ ഒഴികെയുള്ള ബാക്കി പദവികളൊക്കെ തന്നെയും തീർച്ചയായിട്ടും PSC തന്നെ നടത്തട്ടെ എന്നുള്ള ഗവൺമെൻറ് തീരുമാനത്തോട് അനുകൂലമാണ് ഉണ്ടായിരുന്നത്. ഇവിടെ സംഭവിച്ചിട്ടുള്ളത്, ഇത് ഏകദേശം 4 വർഷം മുമ്പ് ആപ്ലിക്കേഷൻ ക്ഷണിച്ചിട്ടുള്ള ഒരു തസ്തികയാണ് അസിസ്റ്റന്റ് നിയമനം എന്ന് പറയുന്നത്. നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ 19,000-ഓളം അപേക്ഷകരുണ്ട്. അവരിൽ നിന്നും വളരെ മെറിറ്റോറിയസ് ആയ ആളുകളെ തിരഞ്ഞെടുക്കുന്നതിന് വേണ്ടി സർവകലാശാല നിരവധിയായ മാർഗങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ ചരിത്രത്തിൽ LBS പോലെയുള്ള ഒരു സ്വതന്ത്രമായ ഏജൻസിയെ കൊണ്ട്, ഒരു ഗവൺമെൻറ്റിൻ്റെ ഏജൻസിയെ കൊണ്ട് പരീക്ഷ നടത്തിയിട്ട് അതിൽ മാർക്ക് വളരെ കൃത്യമായും വളരെ സുതാര്യമായും റിസൾട്ട് പ്രഖ്യാപിച്ച ഒരു നിയമനം അല്ലെങ്കിൽ അത്തരത്തിലുള്ള പരീക്ഷ ഇതിനു മുമ്പ് ഇതേവരെ ഉണ്ടായിട്ടില്ല. അങ്ങനെ വളരെ സുതാര്യമായിട്ടാണ് ചെയ്തിട്ടുള്ളത്. ഇവിടെയും 34 മാർക്കോളം കട്ട് ഓഫ് മാർക്ക് തീരുമാനിച്ചുകൊണ്ട് ഇതിൽ വളരെ ഏറ്റവും നല്ല വിദ്യാർത്ഥികളെ, ഏറ്റവും നല്ല ഉദ്യോഗാർത്ഥികളെ തന്നെ ലഭിക്കണമെന്നുള്ളത് കൊണ്ട് അത്രത്തോളം നീതിയുക്തമായി ഈ കാര്യങ്ങൾ ചെയ്യാൻ സർവകലാശാല സിൻഡിക്കേറ്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ശ്രമിച്ചിട്ടുണ്ട്. ഏറ്റവും ചുരുങ്ങിയത് 8 മാർക്കും ഏറിയാൽ 15 മാർക്കും ഇൻ്റർവ്യൂവിൽ 20 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവിൽ നൽകണമെന്നുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. 80% ഈ LBS നടത്തിയിട്ടുള്ള ഇവരുടെ റിട്ടൺ ടെസ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഉദ്യോഗാർത്ഥികൾ ലഭിക്കുക എന്ന് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് സൂചിപ്പിക്കുന്നത് പരമാവധി 7 മാർക്ക് മാത്രമാണ് ഒരാൾക്ക് ഇനി ഒരു ഇൻ്റർവ്യൂ ബോർഡിൽ ഒരാൾ കൊടുക്കാൻ തീരുമാനിച്ചാൽ തന്നെ കൊടുക്കാൻ കഴിയുകയുള്ളൂ. അപ്പോൾ കൂടുതൽ മെറിറ്റുള്ള ആളുകൾക്ക് കടന്നു വരാൻ വേണ്ടിയുള്ള നിരവധിയായ സാഹചര്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. കമ്പ്യൂട്ടർ പരിജ്ഞാനമുള്ളവർക്ക് 3 മാർക്ക് വേണമെന്നുള്ള ഒരു കർശനമായ നിയന്ത്രണം ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ ചർച്ചയുടെ അവസാന ഘട്ടത്തിൽ ഡോക്ടർ ജെ പ്രസാദിലേക്ക് പോവുകയാണ്. ഡോക്ടർ പ്രസാദ്, ഇപ്പോൾ ഉണ്ടായ സംഭവ വികാസങ്ങൾ നമ്മൾ വളരെയധികം ചർച്ച ചെയ്തു. എങ്കിൽ പോലും ഇതിൻ്റെ ഒരു പരിണിത ഫലം എന്തായിരിക്കും? എങ്ങനെയായിരിക്കും ഇതിനൊരു പരിഹാരം ഉണ്ടാവുക? നമ്മൾ കണ്ടതാണ്, ഈ ചരിത്രത്തിൽ ആദ്യമായി ചാൻസലർ, അതായത് ചാൻസലറായിട്ടുള്ള ഗവർണർ എല്ലാ വൈസ് ചാൻസലർമാരെയും വിളിച്ച് കൂട്ടി ചില കർക്കശമായ നിലപാടുകൾ എടുത്ത ഒരു ചരിത്രം കൂടെ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഉണ്ടായതാണ്. വൈസ് ചാൻസലർമാർ വിചാരിച്ചു കഴിഞ്ഞാൽ ഇത്തരം നിയമനങ്ങൾ നടത്താൻ സാധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇടനിലക്കാർ കൂടുതൽ വരില്ലേ? പ്രത്യേകിച്ചും രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു അക്കാഡമിക് സപ്പോർട്ട് പോലും ഇല്ലാത്ത പലരും വൈസ് ചാൻസലർമായി വരുന്ന ഒരു കാലഘട്ടത്തിൽ വൈസ് ചാൻസലർ വിചാരിക്കാതെ ഈ നിയമനങ്ങളിൽ യാതൊരു തരത്തിലുള്ള അഴിമതിയും നടക്കില്ല. അതുകൊണ്ട് തന്നെ നേരത്തെ ബിനീഷ് സൂചിപ്പിച്ചതുപോലെ വൈസ് ചാൻസലർ ഇതിലൊരു മുഖ്യ കണ്ണിയാണ് എന്ന് നിസ്സംശയം നമുക്ക് പറയാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ചോദിച്ചതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി ആക്ടിൻ്റെ ചാപ്റ്റർ 3-9 വളരെ വ്യക്തമായി ചാൻസലർ എന്നുള്ള നിലയിൽ ഇത്തരം സന്ദർഭങ്ങൾ എടുക്കേണ്ട നടപടികളെക്കുറിച്ച് പറയുന്നുണ്ട്. അതിൽ ദ ചാൻസലർ ഷാർ ഹാവ് പവർ ടു റിമൂവ് ദ വൈസ് ചാൻസലർ or PVC from office
by an order in writing on charges of misappropriation or mismanagement എന്ന് വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇത് പീപ്പിൾ ടി തെളിവ് സഹിതം പുറത്തുവിട്ട സാഹചര്യത്തിൽ ചാൻസലർക്ക് വളരെ കൃത്യമായ നടപടി എടുക്കാവുന്നതാണ്. ഒരു അഴിമതി മാത്രമല്ല, യൂണിവേഴ്സിറ്റിയിൽ നടന്നിട്ടുള്ള സ്വാശ്രയ കോളേജുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും അവിടങ്ങളിൽ സ്വാശ്രയ കോഴ്സുകൾ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും UGCയുടെ നിർദ്ദേശങ്ങൾ അവഗണിച്ചുകൊണ്ട് ഗേൾസ് സെൻറ്റർ അനുവദിച്ചതുമായി ബന്ധപ്പെട്ടും അറബിക് കോളേജസ് ആർട്സ് ആൻഡ് സയൻസ് കോളേജുകൾ ആക്കി മാറ്റിയതുമായി ബന്ധപ്പെട്ടും നിരവധി അഴിമതികൾ ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള അഴിമതികളെക്കുറിച്ച് ചാൻസലർ കൂടിയായ ഗവർണർ സമഗ്രമായ ഒരു അന്വേഷണം നടത്തണം എന്ന് ഞാൻ ആവശ്യപ്പെടുകയാണ്. അഷ്റഫ് അലി, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ ഒരു ഡോക്ടർ പ്രസാദിന്റെ ആ നിർദ്ദേശം നിങ്ങൾക്ക് സ്വീകാര്യമാണോ? ഗവർണർ ഇടപെട്ട് തക്ക ശിക്ഷാ നടപടി അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഫോളോ അപ്പ് ഉണ്ടാവുമെന്ന് താങ്കൾ പ്രതീക്ഷിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും ഉണ്ടാവേണ്ടതാണ്. കേരളത്തിലെ ഗവർണർ നേരത്തെ നിങ്ങൾ സൂചിപ്പിച്ചതുപോലെ ചാൻസലേഴ്സ് മീറ്റെല്ലാം വിളിച്ചു ചേർത്ത് ഇതുമായി ബന്ധപ്പെട്ട ഭരണപരമായി അക്കാദമികപരമായി സർവകലാശാലകളിൽ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായ ചില കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഈ കാര്യത്തെക്കുറിച്ച് അന്വേഷണം ഉണ്ടാവണം. നേരത്തെ ആരോഗ്യ സർവകലാശാലയുടെ ബിരുദദാന ചടങ്ങിൽ ആരോഗ്യ സർവകലാശാലയിൽ അഴിമതിയുണ്ട് എന്ന വാർത്ത വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അവിടെ പങ്കെടുത്തില്ല എന്നുള്ള വാർത്തകളൊക്കെ കാണാനിടയായി. അങ്ങനെ കാലിക്കറ്റ് സർവകലാശാലയിലെ ഇത്തരം വിഷയങ്ങളെക്കുറിച്ച് ചാൻസലർ ഇടപെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരത്തിൽ സർവകലാശാലയിൽ നടക്കുന്ന അഴിമതികൾക്കും സ്വജനപക്ഷപാതങ്ങൾക്കും തങ്ങളുടേതായ ഉപജാപക സംഘങ്ങളുടെ നിയന്ത്രണങ്ങൾക്കുമൊക്കെ ചോദിക്കാൻ ഒരാളുണ്ട് എന്ന രൂപത്തിൽ ശക്തമായ ഒരു തിരുത്തായിരിക്കും അത്. അത്തരത്തിലുള്ള നടപടി ഉണ്ടായാൽ ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യും. വളരെയധികം നന്ദി അഷ്റഫ് അലി. നമ്മളിപ്പോൾ TP ബിനീഷ് അവസാനമായി ചോദിക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന സെക്രട്ടറിയാണ് താങ്കൾ. ഈ അഴിമതിക്കെതിരെ അല്ലെങ്കിൽ വൈസ് ചാൻസലറുടെ ഇതിനെതിരെ നിങ്ങളുടെ സമരം എങ്ങനെയായിരിക്കും? പഠിപ്പ് മുടക്ക് സമരം തന്നെ ആയിരിക്കുമോ അതോ അതിനപ്പുറം നിങ്ങൾ എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്? തീർച്ചയായും ഞങ്ങൾ ഇന്ന് ഈ വാർത്ത വന്ന സാഹചര്യത്തിൽ SFIയും DYFIയും അവിടെ വൈസ് ചാൻസലർ ഉൾപ്പെടെ ഉപരോധിക്കും. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ നിയമനം ഇന്ന് നിർത്തിവെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കൃത്യമായ അന്വേഷണം നടക്കണം. ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ VC മുഖ്യപ്രതിയായി തന്നെ അദ്ദേഹത്തെ മുഖ്യ സൂത്രനായി തന്നെ കാണാൻ വേണ്ടി കഴിയണം. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് സമഗ്രമായ അന്വേഷണം നടത്താനും ബന്ധപ്പെട്ട ആളുകളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാൻ ആവശ്യമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതിന് ഒരു സംശയം വേണ്ട. അത്യുജ്വലമായുള്ള പ്രക്ഷോഭം ഈ പ്രശ്നം മുൻനിർത്തി SFI സംഘടിപ്പിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി ഉൾപ്പെടെ അദ്ദേഹത്തിന് ഇഷ്ടതോനാണ് ഈ പറയുന്ന ഫിറോസ്. അദ്ദേഹത്തിൻ്റെ തൊട്ടടുത്ത പ്രദേശമാണ് തിരൂരങ്ങാടി. അപ്പോൾ ഈ പറയുന്ന ഫിറോസ് ഉൾപ്പെടെ കേരളത്തിലെ വിദ്യാഭ്യാസ മന്ത്രി അബ്ദുൾ റബ്ബിൻ്റെ ഉൾപ്പെടെ ഇഷ്ടത്തോയനാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചുൾപ്പെടെ സമഗ്രമായുള്ള പരിശോധന നടത്തുന്നത് ഇത് ഭരണതലത്തിൽ ഉൾപ്പെടെ വളരെ കൃത്യമായ ആസൂത്രണം നടന്നിട്ടുള്ള അഴിമതിയാണ്. കേരളത്തിലെ എല്ലാ സർവകലാശാലകളും കുത്തഴി നിലയിലാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനെ സംബന്ധിച്ച് കേരളത്തിലെ സർവകലാശാല ചാൻസലർ കൂടിയായിട്ടുള്ള ഗവർണർ അടിയന്തരമായിട്ട് ഇടപെടണം. ആവശ്യമായ സാഹചര്യത്തിൽ ഇങ്ങനെ തുടരെ കോഴിക്കോട് സർവകലാശാലയിൽ നിരവധിയായുള്ള അഴിമതികൾ ഉയർന്നു വരുന്ന സാഹചര്യത്തിൽ വൈസ് ചാൻസലർ തന്നെ പുറത്താകാൻ ആവശ്യമായിട്ടുള്ള ആർജവം കേരളത്തിലെ ചാൻസലർ കൂടിയായുള്ള ഗവർണർ കാണിക്കണമെന്നാണ് SFI ഈ സാഹചര്യത്തിൽ സൂചിപ്പിക്കുകയാണ്. അങ്ങനെ തന്നെ ആവട്ടെ. ഇത്തരം സംഭവ വികാസത്തിന്റെ ഒരു പരിണിത ഫലം എന്ന് ഞങ്ങളും ആശിക്കുന്നു. പ്രത്യേകിച്ചും പീപ്പിളിന്റെ ഒരു ഇടപെടൽ ഈ ഒരു വാർത്ത പുറത്തു കൊണ്ടുവന്നതും ഈ അഴിമതി പുറത്തു കൊണ്ടുവരാൻ സഹായകമായതും നിങ്ങളെപ്പോലുള്ള ഒരു സമരമുഖത്തേക്ക് ഇറങ്ങി പുറപ്പെട്ടതും വളരെയധികം നന്ദി. ശ്രീ TP ബിനീഷ്, SFI സംസ്ഥാന സെക്രട്ടറി, അഷ്റഫ് അലി MSF സംസ്ഥാന പ്രസിഡന്റ്, ഒപ്പം ഡോക്ടർ ജയപ്രസാദ്, മിസ്റ്റർ സദാനന്ദൻ.